5 4 ഇത് മടങ്ങത്തില്ല. മൈ മിസ്റ്റേക്ക്. വെറും 4 കാലാണ് ഇത്രയും വലിയ ആനയ്ക്ക് ദൈവം തമ്പുരാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിന്റെ 4.1% ഒരു 50 ഗ്രാം വെയിറ്റ് ഇല്ലാത്ത പഴുതാരയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ 150 കാല്. എന്ത് വിരോധാഭാസമാണിത്? നേരെ മറിച്ച് ഒന്ന് ആലോചിക്കൂ, ആ പഴുതാരയുടെ അതിനകത്തുനിന്ന് 2 കാലെടുത്ത് ആനയ്ക്ക് കൊടുത്തിരുന്നെങ്കിലോ? ഈ പൂരപ്പറമ്പ് ഇത് കാല് കഴിക്കുമ്പോ ആന കാര്യമുണ്ടോ? ലോജിക്കില്ല എന്ന് പറഞ്ഞതിൽ ഇപ്പൊ എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ചന്ദ്രൻ ഒരു ബുദ്ധിയെങ്കിലും ദൈവം തന്നേനെ ചിന്തിക്കാനുള്ള. അത് വിടെ. ആ ബേബി ഇങ്ങോട്ടായാലും വന്നായിരുന്നോ? ആരാ ബേബി ഇങ്ങോട്ടായാലും വന്നായിരുന്നോ? ബേബിച്ച നമ്മളെ വിട്ടു പോയടാ. അപ്പൊ അന്ന് അതെടുത്ത് തിന്നാന്നാ. എന്ത് ബേബിച്ച് വെച്ചു പോയെന്ന് പറഞ്ഞു? ബേബിച്ച നമ്മളെ വിട്ടു പോയെന്നല്ല, ബേബിച്ച എവിടെ പോയെന്ന് പോയി? ബേബിച്ച വിട്ട് നമ്മളെ വിട്ടിട്ട് പോയി. എന്റെ പൈസ മേടിച്ചിട്ട് 2 ലക്ഷം രൂപ അടിച്ച് അവൻ ഗൾഫിൽ പോകാൻ വിടാൻ ഞാൻ അവനെ. ഗൾഫിലല്ല. അത് കണ്ടോ? ആ നക്ഷത്രം കണ്ടോ? ആ നക്ഷത്രം അല്ലല്ല, ആ നക്ഷത്രം അവനല്ല. അതെന്താ? അവൻ എന്റെ നിഴൽവട്ടം കണ്ടാ ഓടുന്നവൻ. ആ നക്ഷത്രം ഞാൻ വന്നപ്പോ പോലെ അവിടെ ഇതവനല്ല. ചന്ദ്ര അതല്ല പറഞ്ഞേ, നമ്മുടെ ബേബി ആത്മഹത്യ ചെയ്തടാ. സത്യം. അല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടതാ. ഞാൻ കൊല്ലത്ത് പോകുന്നതിന് മുമ്പ് ഒരെണ്ണം കൊടുത്ത് ഞാൻ ജംഗ്ഷനിലിട്ട്. നീ അവനെ തല്ലിയില്ലേ? തല്ലിയെന്ന് വെച്ചാൽ എന്റെ പലിശ 2 മാസമായിട്ട് തരുന്നില്ലെന്ന്. നീ അവന്റെ ബമ്പറെ പിടിച്ചില്ലേ? അല്ലത് ബമ്പറെ പിടിച്ചു, ഞാൻ അവന്റെ വിൻവിനെ തൊട്ടില്ല. വേണമെങ്കിൽ എനിക്ക് കാരുണ്യെ പിടിക്കാൻ, ഞാൻ പിടിച്ചില്ല. നിർമ്മല് നിർമ്മൽ ഞാൻ കൊടുക്കാം. അവന്റെ കൂട്ടുകാരൻ നിർമ്മലാണ് ഇത്രയും വിഷയം നിർമ്മൽ. അവന്റെ കയ്യിൽ നിർമ്മൽ ലോട്ടറി ഉണ്ടായിരുന്നു. അത് നീ വലിച്ചു കയറിയില്ല. അത് വലിച്ചു കയറും. എനിക്ക് പലിശ എന്നെ പൊന്നിന് വലുതായി. അവൻ ആ ഒറ്റ സങ്കടം കാരണം നീ അവനെ ടൗണിലിട്ട് തല്ലിയെന്നും പറഞ്ഞ് അവൻ എറണാകുളത്ത് പോയി ട്രെയിൻ വട്ടം ചാടി ആത്മഹത്യ ചെയ്ത. ഈ മലമൂട്ടി ട്രെയിൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അത് പിന്നെ അവന്റെ സൗകര്യം. അല്ല, ഇപ്പൊ നമ്മളെന്ത് പറയാൻ പറ്റും? പക്ഷെ ഞാൻ തല്ലിയതിന്റെ പേരിലൊന്നുമല്ല. അവൻ വേറെ വല്ല കേസിന് പോയി. ഒന്നുമല്ല, നീ തല്ലിയത് കൊണ്ട് മാത്രമാണ് അവൻ ആത്മഹത്യ ചെയ്ത്. മോനെ ചന്ദ്ര, ഇത് അപകടമാണ്. നീ സ്റ്റേഷനിൽ കയറാൻ പോകുന്നു. നീ ജയിലിനകത്ത് കടക്കാൻ പോകുന്നു. അവനെ തല്ലിയതിന്റെ വിരലടയാളം അതവന്റെ കവിളത്ത് കാണും. പിന്നെ ഇത് കണ്ടോ? ഫിംഗർ പ്രിന്റ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നൊന്തോ? ഇല്ല. ഇങ്ങനെ അടിച്ചോളി ഞാൻ. അല്ലല്ല, ഇങ്ങനെ അടിച്ചെന്ന് പറഞ്ഞ ഇല്ലെന്ന് ആണ്. അല്ലെ തന്നെ എന്റെ കൈ അടയാളം പറ്റാൻ ഞാൻ അവന്റെ ഷർട്ടിന്റെ ഇത് എങ്ങനെ അടിച്ച കൈ? ഇത് കണ്ട ഈ കയ്യിലെ രേഖ? ഈ രേഖ കണ്ടോ? ഈ രേഖ അവന്റെ ശരീരത്ത് പതിച്ചിട്ടുണ്ടെങ്കിൽ നീ അകത്താ മോനെ, അകത്ത്. പോലീസോ? ആ പോലീസ്. ഈ രേഖയുള്ളിടത്തോളം കാലം നീ അകത്താ. ചെട്ടിയാരി യന്ത്രത്തിന്റെയോ? ആ ചെട്ടിയാരി യന്ത്രം അകത്താ. ഇഷ്ടംപോലെ കാശോടെ എന്നെ വെള്ളടയാളം വെച്ച് പോലീസ് കൊണ്ടുപോകും. നമ്മൾ ചിരിച്ച് ചാകുന്ന ചില രംഗങ്ങളാട്ടോ ഈ വിരലടയാളം വെച്ച് പോലീസ് കൊണ്ടുപോകും. അങ്ങനൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. ഇല്ല. പോലീസ് തായ ഞങ്ങളുടെ വീട്ടിലോട്ടല്ലോ. പോലീസ് തായ മണം പിടിച്ച് വരുന്ന എവിടെ ആയിരിക്കും? ചന്ദ്രന്റെ വീട്ടിൽ. പെർഫ്യൂമും എടുത്തില്ല. അല്ലല്ല, അങ്ങനൊന്നും പിടിക്കാൻ ഞാനൊന്നും ചെയ്തില്ല. അവനെ ഞാൻ ഒന്നുമല്ല. അവൻ വരും നിന്റെ എന്തിന്? പ്രേതമായിട്ട് വരും. പ്രേതമായിട്ട് ഇഷ്ടംപോലെ കാശുള്ള എന്റെ പ്രേതമായിട്ട് വരാനായിട്ട് അല്ലേ? പ്രേതമായിട്ട് വരട്ടെ. അങ്ങനെ പ്രേതവും ഭൂതവും പിശാചും ഒന്നും ഈ രാജ്യത്തില്ല. അത് പറ. എടാ, 16-ാം ഖണ്ഡത്തിൽ സിബിച്ചായന്റെ മകൻ വണ്ടി ഇടിച്ചു മരിച്ചോ? എത്രാമത്തെ കണ്ടിത്തിലാണേലും എനിക്ക് അറിയേണ്ട കാര്യം. എടാ, മരിച്ചു കഴിഞ്ഞ് സിബിച്ച പുറത്തോട്ട് പോയ പുറയുന്നൊരു വിളി അച്ഛാ. സിബിച്ച തിരിഞ്ഞു നോക്കിയപ്പോ ആരാ? സിബിച്ചന്റെ മോനിങ്ങനെ നിൽക്കുക. പ്രേതമായിട്ട് വന്നു. അച്ഛാന്ന് വിളിക്കുക. പ്രേതമുണ്ട് മകനെ, നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ചെകുത്താൻ, പ്രേതം, ഭൂത പിശാചുക്കൾ, ആത്മാക്കള് ഇല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വരും. അല്ലല്ല, അങ്ങനില്ല. നീ ഇങ്ങോട്ട് കയറല്ലേ? ദൈവത്തെ നീ പോ. ഞാനെന്തിനാ പേടിക്കുന്ന? ഈ ഭാഗത്ത് നീ വരല്ലേ? പോലെ കാശുണ്ട്. ഇങ്ങോട്ട് കയറല്ലേ? അവൻ വരും. അവൻ പ്രേതമായിട്ട് വരും. ഉറപ്പായിട്ട് അവൻ വരും. ഞാൻ പോവാ. ഇല്ല, ഞാനൊരു ഈ വന്ന കാലത്താണ് ഇവന്മാരിത്. ഇത് ഇത്ര നൂറ്റാണ്ട് എനിക്കറിയാൻ വയ്യ. AI കാലഘട്ടത്തിൽ പ്രേതം ഉണ്ടെന്ന് പറയാം. അതും ഞാൻ ഇങ്ങനെ ഒരു അടി അടിച്ചപ്പോ എനിക്കത് വിഷയമില്ല. ഇഷ്ടം പോലെ കാശ്. ഇനി ഇവന്മാരങ്ങനെ പലത് പറഞ്ഞാൽ പോലും ഞാൻ കേട്ടോളിയാ.